പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഏവർക്കും ഗുഡ്നസ് TV ഒരുക്കുന്ന ഡിവൈൻ വോയിസ് ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് പ്രാർത്ഥിച്ച ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, ഈ ദിനം അങ്ങ് ഞങ്ങളോട് അരുളുന്ന വചനവും അതിൻ്റെ പൊരുളും ഗ്രഹിക്കാനും ശ്രവിക്കാനും ജീവിതത്തിൽ പ്രായോഗികമാക്കാനും കർത്താവായ ഈശോയെ, നീ തന്നെ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കാതുകളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളിൽ നീ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ അധരങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ പിതാവേ, വചനത്തിനും വചനമായ അങ്ങേക്കും കണ്ണും കാതും ഹൃദയവും നൽകിയ അങ്ങേപ്പോലെ ഞങ്ങളും വചനത്തിന് മുമ്പിൽ പ്രാർത്ഥനാനിരതരായിരിക്കാൻ കൃപ നൽകണമേ. ആമേൻ. ഈശോയിൽ അനുഗ്രഹീതരായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഓട്ടക്കാരന് വസ്ത്രം തടസ്സമാണ്. അതുകൊണ്ട് അവർ വളരെ ചുരുങ്ങിയ വസ്ത്രമേ ധരിക്കത്തുള്ളൂ. പാട്ടുകാരന് തണുപ്പ് അധികം പാടില്ല. അതുകൊണ്ട് തണുത്ത വെള്ളം പാടുന്നവർ അധികം കുടിക്കില്ല. നൃത്തം വയ്ക്കുന്നവർക്ക് കട്ടിയായ ഭക്ഷണം പറ്റില്ല. അതുകൊണ്ട് ഭക്ഷണം അത്യാവശ്യം മാത്രമേ നൃത്തം ചെയ്തവർ അതിന് തൊട്ടുമുമ്പ് കഴിക്കത്തുള്ളൂ. കളിക്കാർക്ക് അവർക്കും മിതമായ ഭക്ഷണമേ പറ്റുകയുള്ളൂ കളിക്കുന്നതിന് തൊട്ടു മുമ്പ്. ഇതുപോലെ തന്നെ ആത്മീയ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാപസുഖങ്ങൾ അവൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സം നിൽക്കും. പാപസുഖങ്ങളിലേക്കുള്ള ചായ്വ്, ശ്രദ്ധ ആത്മീയ ജീവിതത്തിന് തടസ്സം നിൽക്കും. അതുകൊണ്ട് ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്ന, ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് അഭിലഷിക്കുന്ന ഒരു ആത്മാവ്, ഒരു വ്യക്തി, ഒരു ജീവിതം പാപസുഖത്തിൽ നിന്നും മാക്സിമം വിടുതൽ പ്രാപിച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭാധ്യായത്തിലൂടെ നമ്മൾക്കൊന്ന് കടന്നു പോയി കഴിഞ്ഞാൽ 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം നമ്മൾ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണും, കായനോട് ദൈവം പറയുന്നുണ്ട്, പാപം വാതിൽക്കൽ തന്നെ ഉണ്ട് എന്ന് ദൈവം കായനോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടും നീ അതിനെ കീഴടക്കണം എന്നുള്ള വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഊർജം അവന് പകരുന്നുണ്ട് ദൈവമായ കർത്താവ്. പക്ഷേ അവൻ അത് ശ്രദ്ധിച്ചില്ല. ഇത്രയും നല്ല കാര്യങ്ങൾ കർത്താവ് അവനെ ഓർമ്മിപ്പിച്ചു കൊടുത്തു, സമയത്ത് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടും അവൻ അതിൽ ശ്രദ്ധ പതിപ്പിച്ചില്ല. അതുകൊണ്ട് പക്ഷേ അവൻ്റെ ശ്രദ്ധ എന്താണ്? നേട്ടത്തിലേക്കും സുഖത്തിലേക്കും മാത്രമായിരുന്നു. ശാരീരിക സുഖവും ഭൗതിക നേട്ടവും ആണ് പലപ്പോഴും മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ കായേനെയും നയിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു. അവൻ്റെ ശാരീരിക സുഖം അല്ലെങ്കിൽ ഭൗതിക നേട്ടം, അതിലേക്ക് മാത്രമാണ് അവൻ ശ്രദ്ധ പതിപ്പിച്ചത്. ദൈവമായ കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല. അതുകൊണ്ട് നേട്ടവും സുഖവും തേടിപ്പോയി കഴിഞ്ഞപ്പോൾ പാപം അവിടെ ജനിച്ചു എന്നാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരിക. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നനഞ്ഞ വിറകിൽ തീ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ഇനി എങ്ങാനും തീ പിടിച്ചു കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ താനെ കെട്ടുപോകും, അല്ലെ ഊതിയാൽ പെട്ടെന്ന് കെട്ടുപോകും. ഇതാണ് നനഞ്ഞ വിറകിൽ തീ പിടിച്ചാൽ അല്ലെങ്കിൽ തീ പിടിപ്പിച്ചാലത്തെ അവസ്ഥ. ഇതുപോലെ ആയിപ്പോവുകയാണ് നമ്മൾ മനുഷ്യരുടെ ആത്മീയ ജീവിതവും. ഒന്ന് തിരികെ നോക്കി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മളൊക്കെ ഓരോരുത്തരും എത്രയോ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ. എത്ര ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. ഒരു ധ്യാനത്തിൻ്റെ മാത്രം ഉദാഹരണം എടുക്കാം. ഒരു ധ്യാനം കൂടി, ഒരാഴ്ചത്തെ 3-4 ദിവസങ്ങളിലുള്ള ചേരുള്ള ഒരു ധ്യാനം കൂടി, എന്നിട്ട് തിരികെ വന്ന് എത്ര ദിവസം ആ ധ്യാനത്തിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒന്ന് പിന്തിരിഞ്ഞ് നോക്കി ഒന്ന് പുനഃപരിശോധിച്ചാൽ നമുക്കറിയാം, മാക്സിമം ഒരാഴ്ചത്തെ ധ്യാനത്തിന് ഒരാഴ്ച കൂടി ആയുസ്സുണ്ടാവുള്ളൂ. അതിൻ്റെ ചൈതന്യത്തിൽ നിൽക്കാൻ
സാധിച്ചത് ഒരേ ഒരാഴ്ച കൂടി ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. അപ്പോൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ പോയത്? ഇതാണ്, എവിടെയോ നേട്ടങ്ങളിലേക്ക് ശ്രദ്ധ പോയി, എവിടെയോ സുഖങ്ങളിലേക്ക് ശ്രദ്ധ പോയി. നേട്ടങ്ങളിലേക്കും ഭൗതിക നേട്ടങ്ങളിലേക്കും ശാരീരിക സുഖങ്ങളിലേക്കും ശ്രദ്ധ പോയാൽ അവിടെ പാപം വലിഞ്ഞു കയറി വരും, പാപം മുളയെടുക്കും, പാപം ശക്തി പ്രാപിക്കും. അതോടുകൂടി ആത്മീയ മനുഷ്യൻ അധപതിക്കും. ഇതാണ് നമ്മളുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെയൊക്കെ ഒരു അപകടം നിറഞ്ഞൊരു മേഖല സംജാതമാകുന്ന ഇവിടെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട, ആത്മീയമായിട്ട് ജീവിക്കാൻ വളരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെ, ശാരീരിക സുഖങ്ങളുടെ പിന്നാലെ പോയാൽ ആത്മീയ ആനന്ദം നമുക്ക് നഷ്ടമാകും. ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെയും ശാരീരിക സുഖങ്ങളുടെയും പിന്നാലെ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ ആനന്ദിക്കാൻ പറ്റില്ല, ആത്മീയമായിട്ട് വളരാനും പറ്റില്ല എന്നൊരു സത്യമുണ്ട്. നമുക്കറിയാം, ഉദാഹരണങ്ങളിലൂടെ വേണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉദാഹരണങ്ങളോട് നമുക്കൊന്ന് കടന്നു പോകാം. നമുക്കറിയാം, നനഞ്ഞ വിറക് കത്താത്തതുപോലെ പാപ സുഖ നനവുള്ള ഒരു ഹൃദയത്തിന് ആത്മീയമായിട്ട് വളരാൻ പറ്റില്ല. അപ്പോൾ ആത്മാവിൻ്റെ തീയാൽ ജ്വലിക്കാൻ പറ്റത്തില്ല. മുമ്പ് പറഞ്ഞല്ലോ, നനഞ്ഞ വിറക് കത്താത്തതുപോലെ, അത് തീ പിടിച്ചാൽ തന്നെയും അധിക സമയം നീണ്ടു നിൽക്കില്ല, പെട്ടെന്ന് കെട്ടുപോകും. ഇതുപോലെയാണ് ആത്മാവിൻ്റെ തീ. അവിടെ അങ്ങനെയൊരു ജീവിതത്തിൽ ആത്മാവിൻ്റെ തീ നീണ്ടു നിൽക്കില്ല, പിടിച്ചു നിൽക്കില്ല, അതിൽ ജ്വലിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, യാക്കോബിൻ്റെ 12 പുത്രന്മാരിൽ ഒരുവനായിരുന്നല്ലോ യൂദ. ഇപ്പം ഈ യൂദായുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ ഒരു അനുഭവമുണ്ട്, തകർത്തൊരനുഭവം. ഇതാണ്, യൂദയെ ജഡിക സുഖ നനവ് യൂദയെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ അതിലേക്ക് അവൻ്റെ ശ്രദ്ധ, അത് നോക്കുമ്പോൾ ശാരീരിക സുഖമാണല്ലോ സുഖം മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഈ സുഖേച്ഛയിലേക്കുള്ള ശ്രദ്ധ അവനെ മതിച്ചു കഴിഞ്ഞപ്പോൾ, അവനെ കീഴടക്കി കഴിഞ്ഞപ്പോൾ അവൻ അവിടെയാണ് വീണുപോയത്. നമ്മൾ കാണുന്നതാണ് 38-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണുന്ന ഉദാഹരണമാണ്. ജഡിക സുഖ നനവാണ് യൂദയെ തകർത്ത് കളഞ്ഞത്, ജീവിതത്തെ തകർത്ത് കളഞ്ഞു. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. 12 പുത്രന്മാരിൽ ഒരു പ്രധാനപ്പെട്ട, റൂബൻ കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നല്ലോ, മകനായിരുന്നു ഈ യാക്കോബിൻ്റെ 12 പുത്രന്മാരിൽ യൂദ. അപ്പോൾ അവനെ തകർത്ത് കളഞ്ഞതിൻ്റെ കാരണം ഇതാണ്, ജഡിക സുഖ നനവ്. അതിലേക്കുള്ള ജഡിക സുഖത്തിൻ്റെ നനവ് അതിനാണ് നമുക്കറിയാം, വൃക്ഷങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ കാടുകളുടെ വേര് പോകുന്നത് എന്താ, നനവുള്ള സ്ഥലം നോക്കിയാണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ആത്മാവിൻ്റെ, നമ്മുടെയും മനുഷ്യരുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്. നനവ് എവിടെയുണ്ടോ അത് നോക്കി പോകാനായിട്ടുള്ള ഒരു പ്രവണത, ടെൻഡൻസി എപ്പോഴും ഉണ്ട്. അത് ശ്രദ്ധിക്കണം. അത് നേട്ടങ്ങളുടെ നനവിൻ്റെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്, ശാരീരിക സുഖങ്ങളുടെ പിന്നാലെ പോകാനായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ 2 നേട്ടങ്ങളുടെ സുഖങ്ങളുടെ നനവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതോടുകൂടി തകരും. ഒരിക്കലും വിജയിക്കാനായിട്ട് പറ്റില്ല, മുന്നോട്ട് വളരാനായിട്ട് പറ്റില്ല, തകർത്ത് കളയുന്ന കാര്യമാണ്. അതാണ് യൂദയെ തകർത്തു എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ കാര്യം അതാണ്. വചനത്തിൽ അത് കൃത്യം നമ്മൾ വായിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടും. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം, തൊട്ടടുത്ത അധ്യായങ്ങളിലെല്ലാം കൂടെ ചേർന്നാണ് ഈ സാംസണിൻ്റെ ജീവിതത്തെക്കുറിച്ച് കിടക്കുന്നത്. അപ്പോൾ സാംസണിൻ്റെ മരണത്തിനിടയാക്കിയ കാര്യം നമ്മളൊന്ന് വിശകലനം ചെയ്യുന്ന ധ്യാനിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 20 വർഷം, നീണ്ട 20 വർഷം ഇസ്രായേൽ ന്യായപാലനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു സാംസൺ എന്ന് ഓർക്കണം. നീണ്ട 20 വർഷം, ഒരു യുവപ്രായം, ഒരു കുഞ്ഞ് ജനിച്ച് അവൻ്റെ ഒരു നല്ല പ്രായം, യുവപ്രായം വരെയുള്ള കാലഘട്ടമാണ്. അത്രയും വർഷങ്ങൾ ഇസ്രായേലിൻ്റെ ന്യായപാലനം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ സാംസൺ. അപ്പോൾ എന്തുമാത്രം അറിവ്, ജ്ഞാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ദൈവം എത്രമാത്രം ശക്തമായ അവനിൽ പ്രവർത്തിച്ചത് അതിനെക്കുറിച്ചും വചനം കൃത്യം പറയുന്നുണ്ട്. 13-ാമത്തെ അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 25-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവനിൽ കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ഉണ്ടോ? കൃത്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയാത്ത ചില വാക്കുകളാണ് സാംസണിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇങ്ങനൊരു വചനം വേറൊരിടത്തും അങ്ങനെ നമ്മൾ കാണില്ല. വീണ്ടും 15-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണും. എന്താണ് ഈ സാംസണിൻ്റെ കാര്യം തന്നെ? കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നില്ല.
കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. ഇങ്ങനെ ദൈവം തൻ്റെ ആത്മാവിനെ നൽകി ചേർത്ത് നിർത്തി വളർത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ന്യായപാലനം നടത്താനായിട്ട് കൃപയും അഭിഷേകവും കൊടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു, അങ്ങനെ ഒരു കാര്യം സ്വീകരിച്ച വ്യക്തിയായിരുന്നു സാംസൺ. എന്നിട്ട് അവനെന്താ നേട്ടങ്ങളുടെ സുഖത്തിൻ്റെ നനവിൻ്റെ പിന്നാലെ പോയി. അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? തമ്പുരാനോട് ചേർന്നിരിക്കുന്ന കാര്യം വിട്ടുപോയി. ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് അവൻ്റെ അധപതനത്തിനിടയാക്കി. അവസാനം നമ്മൾ കാണുന്നുണ്ട്, അവൻ്റെ മരണത്തിലേക്ക് എത്തിക്കുകയാണ്. അവൻ്റെ മരണത്തിലേക്ക് എത്തിക്കുന്നതാണ്. നേട്ടങ്ങൾ നൽകിയ സുഖങ്ങളുടെ നനവിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ അവനെ മരണത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കാണും സാമൂലിൻ്റെ 1-ാം പുസ്തകം 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഉദാഹരണം പോലെ തന്നെ സമാനമായിട്ടുള്ള മറ്റൊരു ഉദാഹരണമാണ് ദാവീദിൻ്റെ കാര്യം. ദാവീദിനെ വീഴ്ത്തിയത് എന്താണ്? ജഡിക സുഖ നനവാണ്. അവന് ഇഷ്ടംപോലെ ഭാര്യമാരെ ദൈവം കൊടുത്തതാണ്. സമയവും സാഹചര്യം അനുസരിച്ച് ഇസ്രായേലിനെ ഭരിച്ചിരുന്നവനാണ്. ബാല്യം മുതലേ നമുക്കറിയാം ദൈവം അതുപോലെ ചേർത്ത് നിർത്തി കൊണ്ടുവന്നവനാണ്. ദൈവത്തിൻ്റെ ശക്തി അവനിലൂടെ പ്രവർത്തിച്ചതാണ്. ഇസ്രായേലിൻ്റെ മുന്നിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവനിലൂടെ ദൈവം പ്രവർത്തിച്ചതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ. എന്നിട്ട് അങ്ങനെ ന്യായപാലനം അനേക വർഷങ്ങൾ നടത്തിയ വ്യക്തിയാണ്. എന്നിട്ടും ഈ ജഡിക സുഖ നനവ്, മുമ്പ് അച്ഛൻ പങ്കുവച്ചല്ലോ, വേര് നനവ് തേടി പോകാനായിട്ട് സാധ്യതയുള്ള, എപ്പോഴും വേരുകൾ നനവ് തേടി പോകും എന്ന് പറഞ്ഞ പോലെ ജഡിക സുഖ നനവിലേക്ക് ഉള്ള ശ്രദ്ധ അവൻ കൈവിട്ടില്ല. മുമ്പ് പറഞ്ഞതുപോലെ നേട്ടങ്ങളും ഭൗതിക നേട്ടങ്ങളും ശാരീരിക സുഖങ്ങളും ആണ് പലപ്പോഴും മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുക. ഈ ദാവീദിനെയും പിടിച്ചു കുലുക്കിയത് അതാണ്. ഈ ജഡിക സുഖ നനവിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി. അതോടുകൂടി സംഭവിച്ചത് എന്താ? അവൻ്റെ വീഴ്ച ആരംഭിച്ചു. നമ്മൾ കാണുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, അലസമായ ഒരു ഇരിപ്പ്, അതാണ് ജഡിക സുഖ നനവിലേക്ക് അവനെ നയിച്ചത്. പ്രിയമുള്ളവരെ, അങ്ങനെ അവൻ കർത്താവ് കൊടുത്ത വലിയ ശക്തി, അഭിഷേകം അവൻ നഷ്ടപ്പെടുത്തി കളയുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ യൂദയെ വീഴ്ത്തിയതുപോലെ തന്നെ ദാവീദിനെയും വീഴ്ത്തിയത് ഇതേ കാര്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു ഉദാഹരണം കാണും. 30 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഉദാഹരണങ്ങളാണ് 2, ഏസാവും യാക്കോബും. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏസാവ് തൻ്റെ കടിഞ്ഞൂലാവകാശം കൊടുക്കുന്നുണ്ട്. മൂത്തവൻ അവൻ്റെ കടിഞ്ഞൂലാവകാശം കളയുവാണ്. ഒരിക്കലും കടിഞ്ഞൂലാവകാശം കൈമാറില്ലാത്തതാണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്തതാണ്, പറ്റില്ല. ശിവൻ കൊടുക്കുകയാണ്. എങ്ങനെയാണ്? ഒരു പായസത്തിൻ്റെ സുഖനനവ് അവനെ മതിച്ചു എന്ന് പറഞ്ഞ ഇതാണ്. അവൻ്റെ വിശപ്പ് അത് ശമിക്കാനായിട്ട് മുന്നിൽ പായസം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ അവൻ തൻ്റെ കടിഞ്ഞൂലവകാശം അടിയറ വെച്ച് കളയുക. അപ്പം അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂലവകാശം നഷ്ടപ്പെടുത്തി കളയുന്നതാണ് പായസത്തിൻ്റെ സുഖനനവ് അവനെ തേടിയെത്തിക്കഴിഞ്ഞപ്പോഴാണ്. അവൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയപ്പോഴാണ്. മുമ്പ് പറഞ്ഞതുപോലെ നേട്ടങ്ങൾ, സുഖങ്ങൾ ഇവയാണ് പാപത്തിലേക്ക് നയിക്കുന്നത്, പലരെയും വീഴ്ത്തിയിട്ടുള്ളത്, ഇപ്പോഴും പലരെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും പലരെയും വീഴ്ത്താൻ മുന്നിൽ ഉള്ള സാഹചര്യവും അതൊക്കെ തന്നെയാണ്. പ്രിയമുള്ളവരെ, കൊണ്ട് നമ്മൾ ആത്മീയമായിട്ട് വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. നേട്ടങ്ങളുടെ പിന്നാലെ പോയാലും സുഖങ്ങളുടെ പിന്നാലെ പോയാലും ആത്മീയ ആനന്ദം നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് എന്നുള്ള കാര്യമാണ് അച്ഛൻ പങ്കുവെച്ച് വന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പാപസുഖം, പാപകരമായ നേട്ടം, സുഖവും നേട്ടവുമാണ് പാപത്തിലേക്ക് പലപ്പോഴും നയിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വാക്കാൽ ഇതെല്ലാം ഉപേക്ഷിക്കും. വാക്കാൽ ഇതെല്ലാം പലതും വേണ്ട എന്ന് വെക്കും, ഏറ്റുപറയും, പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിലടക്കം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. മനസ്താപഹരണം എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ പോലും പ്രിയമുള്ളവരെ, അച്ഛനടക്കം നമ്മൾ എല്ലാവരും ചൊല്ലുന്നതാണ്. ഇനി ചെയ്യില്ല, മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. എന്നിട്ടും വാക്കിലുണ്ട്, പക്ഷേ പ്രവൃത്തിയിൽ പലപ്പോഴും നമുക്കത് ചേർക്കാനായിട്ട് പറ്റാതെ പോകുന്നുണ്ട്. വലിയ ഒരു അപകടം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, പക്ഷേ അത് പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ ഓർമ്മ, ഈ ജനം എന്നെ അധരങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്നും വേറെ ദൂരെയാണ് എന്ന് ഈശോ പറഞ്ഞതിൻ്റെ ഒരു കാര്യം അതാണ്. ഹൃദയം അകലെ ആയതുകൊണ്ട് അധരവ്യായാമം മാത്രം നടക്കുന്നുള്ളൂ. ഹൃദയത്തിലൂടെ ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതാണ് എന്നുള്ള ചിന്തയോടുകൂടി, ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മൾ അതിലേക്ക് പോകാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കും. ചെറിയ പിഴവുകളൊക്കെ ചെറിയ തോതിലൊക്കെ വന്നാലും വലിയ അപകടത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേക വശം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വാക്കാൽ
വാക്കാൽ ഉപേക്ഷിക്കുന്നത് പ്രവൃത്തിയാൽ പലപ്പോഴും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കാതെ പോകുന്നു. അത് നമ്മൾ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും നമ്മൾ ഒന്ന് ചേർന്ന് അത് ബോധത്തോടുകൂടി കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ബോധമില്ലാതെ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് അത് പ്രവൃത്തി തലത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. ബോധ്യവും പറയുമ്പോൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുണ്ടാകേണ്ട ഒരു സത്യം. ചിലർ പാപം ചെയ്യുന്നില്ല, പക്ഷേ പണ്ട് ചെയ്ത പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയെടുത്തിട്ട് മനസ്സിലിട്ട് സൂചിച്ചുകൊണ്ടിരിക്കും, അതും താലോലിച്ചുകൊണ്ടിരിക്കും. അതും ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന കാര്യമാണ്, ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റില്ലാത്ത കാര്യമാണ്. പണ്ട് ചെയ്ത പാപത്തെക്കുറിച്ചുള്ള ഓർമ്മ അത് സുഖമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റില്ല. കാര്യം ഏറ്റു പറഞ്ഞതാണ്, തിരുത്തിയതാണ്, കളഞ്ഞതാണ്, ഉപേക്ഷിച്ചതാണ്. പക്ഷേ ഓർമ്മ കളഞ്ഞിട്ടില്ല. ഓർമ്മയും കളയണം. ഓർമ്മ സൂക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതിനെ താലോലിച്ചുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ഒരിക്കലും ഒരു ആത്മാവിന് പറ്റില്ല എന്നൊരു വശം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഹൃദയം ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നതല്ല. പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു ഹൃദയത്തിന് ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ ഒരിക്കലും സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്നൊരു വശമുണ്ട്. പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രാർത്ഥന കൊണ്ട് അല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് പിന്നാലെ വേണ്ടത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന സദാ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഒരു ആത്മാവിനെ ആത്മീയ ആനന്ദത്തിലേക്ക് വളരാനായിട്ട്, അല്ല ആത്മീയതയിൽ വളരാൻ പറ്റുള്ളൂ. അതുവഴി ആത്മീയ ആനന്ദം ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്തതെല്ലാം ഭൗതിക നേട്ടങ്ങളുടെയും ശാരീരിക സുഖങ്ങളുടെയും പിന്നാലെ പോകുന്ന വഴി ഇത് മുഴുവൻ തച്ചുടച്ച് കളയുകയാണ്. അതിലെത്തിപ്പെടാൻ സാധിക്കാതെ പോകും. പ്രിയമുള്ളവരെ, ഈശോ അതുകൊണ്ട് പങ്കുവയ്ക്കുന്ന ഒരു ഉദാഹരണമല്ല, ഈശോ ജീവിതത്തിൽ പങ്കുവച്ച കാര്യമാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 21 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈശോ പറഞ്ഞു, എന്താണ്, നിങ്ങൾ 12 പേരെയല്ലേ ഞാൻ തിരഞ്ഞെടുത്തത്, നിങ്ങളിൽ 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഈശോ അന്ത്യത്താഴം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരോട് പറഞ്ഞതാണ്, നിങ്ങളിൽ 12 പേരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, അപ്പോൾ ഈ 11 ശിഷ്യന്മാർ, യൂദാസ് ഒഴികെ ബാക്കി 11 ശിഷ്യന്മാരും ഈശോയോട് തിരികെ പറഞ്ഞു, കർത്താവേ അത് ഞാനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാനാണോ എന്നൊക്കെ ചോദിച്ചു. സംശയത്തോടു കൂടി അവർ ചോദിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ 12ാമനായി നിന്ന യൂദാസ് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഗുരു. ബാക്കി എല്ലാവരും കർത്താവേ അത് ഞാനാണോ, അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ യൂദാസ് മാത്രം പറഞ്ഞെന്താ, ഗുരു അത് ഞാനാണോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് യൂദാസിന്. അതാണ് കർത്താവെ എന്ന് വിളിക്കാനുള്ള അവൻ്റെ വിശ്വാസ തീഷ്ണത നഷ്ടപ്പെട്ടു. കർത്താവെ എന്ന് വിളിക്കാനായിട്ടുള്ള വിശ്വാസ തീഷ്ണത യൂദാസിന് നഷ്ടപ്പെട്ടതുകൊണ്ട് സംഭവിച്ചതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്? സുഖ നനവ് അവനെ കാർന്നു തിന്നു. പണത്തോടുള്ള സുഖത്തിൻ്റെ നനവ് അവനെ പിടിച്ചു കുലുക്കി. അവൻ്റെ വേര് അങ്ങോട്ടായിപ്പോയി. അതുകൊണ്ട് അവന് കർത്താവെ എന്ന് വിളിക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥയാണേ, ഒരു ദാരുണമായ അവസ്ഥയാണ്. മനുഷ്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവൻ വിളിക്കുന്നതാണ് ഗുരു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൽ 3-4 തിരുവചനങ്ങളിലൂടെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അവൻ എന്ത് ചെയ്തു? അവൻ കിട്ടിയ 30 വെള്ളിക്കാശ് കൊണ്ട് കൊടുത്തു. അവർ സ്വീകരിച്ചില്ല. ദേവാലയത്തിൽ കൊണ്ട് കൊടുത്തു. പുരോഹിതരെ സ്വീകരിക്കാതെ വന്നപ്പോൾ അവനെ കൊണ്ട് ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു, കർത്താവിനെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്നല്ല പറഞ്ഞത്. കർത്താവ് എന്ന് വിളിക്കാനുള്ള വിശ്വാസ തീഷ്ണത പോലും കംപ്ലീറ്റ് കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. അത് പണത്തിൻ്റെ സുഖത്തിൻ്റെ നനവ്, പണസുഖ നനവ് അവനെ അതുപോലെ പിടിച്ച് ഒതുക്കി. അപ്പോൾ കർത്താവെ എന്ന് വിളിക്കാൻ പോലും, കർത്താവിനെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്ന് പോലും പറയാനായിട്ട് പറ്റാതെ പോയി എന്നുള്ളതാണ്. ഇതാണ് അറിയില്ലാത്തതുകൊണ്ടല്ല, ആ ഒരു വാക്ക് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് മറന്നുപോയിട്ടുള്ളതല്ല, അങ്ങനെ വരില്ല. അതാണ് ഈ നേട്ടങ്ങളുടെയും സുഖങ്ങളുടെയും പിന്നാലെ പോയി കഴിഞ്ഞാലുള്ള പ്രത്യേകത. ഇതാണ് ആത്മീയ ആനന്ദം, ആത്മീയ ജീവിതം പരിപൂർണമായിട്ട് നശിച്ചു പോകും എന്നുള്ളതിൻ്റെ ഒന്നാം തരം ഒരു തെളിവാണ് ഈ യൂദാസിൻ്റെ ഈ സംഭാഷണത്തിൽ വന്നത്. ഗുരു എന്നും നിഷ്കളങ്ക രക്തം എന്നൊക്കെയാണ് കർത്താവിനെ വിളിക്കുന്നത്. അല്ലാതെ കർത്താവ് എന്ന് വിളിക്കാനായിട്ടുള്ള ആ ഒരു ഇതുപോലും, ആത്മീയത പോലും ഇല്ലാതെ പോയി, മുഴുവൻ ആത്മീയത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കിടക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളരാനും ഉയരാനും അഭിവൃദ്ധി പ്രാപിക്കാനും അഭിഷേകത്താൽ നിറയാനും ആഗ്രഹിക്കുന്ന ഓരോ ആത്മാവും, ഓരോ വ്യക്തിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേട്ടങ്ങളുടെ പിന്നാലെ പോയാലും, സുഖങ്ങളുടെ പിന്നാലെ, ഭൗതിക നേട്ടം,
ശാരീരിക സുഖം, ഇവയുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ട് ആനന്ദിക്കാൻ പറ്റില്ല, ആത്മീയമായിട്ട് വളരാനോ ഉയരാനോ സാധിക്കില്ല എന്നൊരു വശം എൻ്റെ പിന്നിലുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ഈ 3-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കില്ല എന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവാണ് എന്ന് ഏറ്റു പറയാനായിട്ട് ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ആധരങ്ങൾ കൊണ്ട് ഏറ്റു പറയുന്നു, ഹൃദയം കൊണ്ട് പൂർത്തീകരിക്കണം. അതുകൊണ്ടാണ് ആദരം കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കും, ഹൃദയം അകലെയാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 15:8 ഈശോ പങ്കുവെച്ചത്. നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു വലിയ വചനമാണത്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ പാപത്തിൽ നിന്ന് സുഖങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരാൾക്ക് മാക്സിമം ഈശോയിൽ ആനന്ദിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊരു വശം. ദൈവത്തിലേക്ക് വളരാനായിട്ട് തടസ്സം നിൽക്കുന്നതെല്ലാം ഞാൻ ഉപേക്ഷിക്കണം, നിഗനിക്കണം. ദൈവത്തിലേക്ക് വളരാനായിട്ട് തടസ്സം നിൽക്കുന്നതെല്ലാം ഞാൻ ഉപേക്ഷിക്കണം, നിഗനിക്കണം. നിഗനിക്കണം എന്ന് പറഞ്ഞാൽ കൊല്ലണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലർക്ക് അത് പാപമായിരിക്കാം, ചിലർക്ക് പണമായിരിക്കാം, ചിലർക്ക് വ്യക്തികളായിരിക്കാം, സ്ത്രീക്ക് പുരുഷനായിരിക്കാം, പുരുഷന് സ്ത്രീ ആയിരിക്കാം, ചിലർക്ക് ആഭരണമായിരിക്കാം, ചിലർക്ക് വസ്തു ആയിരിക്കാം, ചിലർക്ക് മറ്റ് ഭൗതികമായിട്ടുള്ള മുമ്പ് പറഞ്ഞതുപോലെ നേട്ടങ്ങളായിരിക്കാം. അപ്പോൾ ഇതെന്താണെങ്കിലും ദൈവത്തിലേക്ക് വളരാനായിട്ട് തടസ്സം നിൽക്കുന്നതാണെങ്കിൽ ഞാനത് ഉപേക്ഷിച്ചേ പറ്റുള്ളൂ, അതിനെ കൊന്നേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗവും എന്ത് ബലവും ഞാൻ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചിലവ ഉപേക്ഷിക്കണം. അതെന്താ? പാപം. ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലവ സ്വീകരിക്കണം. അതെന്താ? നന്മ. ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ചിലവയെല്ലാം കൂട്ടിച്ചേർക്കണം. അതെന്താണ്? ത്യാഗങ്ങളും സുഹൃതങ്ങളും. ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാലേ യഥാർത്ഥത്തിൽ ആത്മീയ ആനന്ദത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു വശമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ പങ്കുവച്ചു, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. ശിഷ്യനാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ പലതും ഉപേക്ഷിക്കാൻ തയ്യാറാകണം, സുഖങ്ങൾ പലതും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. സുഖങ്ങൾ പലതും നമുക്ക് വേണ്ടതുണ്ട്, പക്ഷേ ശിഷ്യനാവുക എന്നുള്ളത്, അല്ലെങ്കിൽ അവനെ ചേർത്ത് നിർത്തുക, അവനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്, അതിലൂടെ ആത്മീയ ആനന്ദത്തിലേക്ക് എത്താനായിട്ട് പറ്റുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായേ പറ്റുള്ളൂ. അത് നേട്ടങ്ങളും സുഖങ്ങളുമാണ്, 2 തരത്തിലുള്ളത്. പ്രിയമുള്ളവരെയും, ഓടാനായിട്ട് ട്രാക്കിൽ നിൽക്കുന്നവൻ്റെ മുന്നിൽ എത്ര നല്ല ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാലും കഴിക്കില്ല. കാരണം അരമണിക്കൂർ കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞ് ഓടാനുള്ളതാണ്. എത്ര നല്ല ഭക്ഷണം, എത്ര എമൗണ്ട് ഭക്ഷണം കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അത് കഴിക്കില്ല. അതുപോലെ പാടാനായിട്ട് നിൽക്കുന്ന പാട്ടുകാരൻ്റെ മുമ്പിൽ എത്ര നല്ല ഐസ്ക്രീം കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അവനത് ആ സമയത്ത് കഴിക്കില്ല. അതുപോലെ ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ എത്ര സുഖവും നേട്ടവും കൊണ്ടുവച്ച് കഴിഞ്ഞാലും അത് വേണ്ട എന്ന്, അല്ലെങ്കിൽ നോ എന്ന് പറയാനായിട്ട് അവന് സാധിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട, വിചിന്തനം ചെയ്യേണ്ട കാര്യം ഇതാണ്: ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ, വിശുദ്ധ ജീവിതത്തിൽ വളരാൻ, വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെടാൻ, അതുപോലെ സമർപ്പണ ജീവിതത്തിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും, ആരാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ചില ഉപേക്ഷിക്കലുകൾ ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് അത്? കുടുംബജീവിതമാണെങ്കിൽ, സന്യാസ ജീവിതമാണെങ്കിൽ, സമർപ്പിത ജീവിതമാണെങ്കിലും, ആത്മീയ ജീവിതമാണെങ്കിലും ചില ഉപേക്ഷിക്കലുകൾ ഒരുപാട് ആവശ്യമുള്ളതാണ് ഈ ജീവിതമെല്ലാം. മുമ്പ് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ചില നേട്ടങ്ങൾ, ചില സുഖങ്ങൾ, അത് ഉപേക്ഷിക്കുന്നവർക്ക്, ഈ 4 ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക്, കുടുംബജീവിതം, സന്യാസ ജീവിതം, സമർപ്പിത ജീവിതം, ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഉപസംഹരിക്കാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ശ്രമിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രമിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, അതിന് തടസ്സം നിൽക്കുന്ന ചില നേട്ടങ്ങൾ, ചില പാപങ്ങൾ, അത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരിക്കലും വളരാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും നമുക്ക് കൂടുതൽ ശക്തി കർത്താവ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.